അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് അടിപൊളി മീൻകറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. MIT മൂസ പാത്തുവിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു പാത്തുവിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ചട്ടി വെച്ച് അതിലോട്ട് നല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ മീൻകറിക്കൊക്കെ ഉണ്ടല്ലോ നല്ല സ്മെല്ല് വരും. അതിലോട്ട് ഒരു 2 വെല്ലുള്ളി, ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഇവിടെ വലിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പോരായ്മ ഉണ്ടാവും. പാകത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് ആ ഉള്ളിനൊന്ന് നല്ല രീതിയിലൊന്ന് വാട്ടിയിടാം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി വേഗം നല്ല രീതിയിൽ വാടി വരും. അതിലോട്ട് പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കണം. ഞാൻ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് അത് കീറാതെയും 2-3 കീറിയത് ഒരു 6 പച്ചമുളക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതപ്പോഴേക്കും ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് അതിലോട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പെരിഞ്ചീരകവും ഒരു 3 വെല്ലുള്ളി ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഒരു വിധം നല്ല രീതിയിൽ ഇങ്ങനെ വാടി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിതിൽ പച്ചമുളകിലൂടെയാണ് നമ്മൾ എരിവ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. മുളക് പൊടി കുറവേ എടുക്കത്തുള്ളൂ. അതിലോട്ട് കുറച്ച് കറുവേപ്പില കൂടെ ഇട്ടിട്ട് നല്ല മണത്തിന്, ആഹാ എന്താ മണം അറിയോ, കറുവേപ്പില വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ട്. എൻ്റെ പൊന്നോ കീറ്റു. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അടുത്ത സ്റ്റെപ്പ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസാല ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇതിൽ. അധികം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. മുളക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി കുറച്ച് കൂടുതൽ എടുക്കുക. അതിലോട്ട് പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയിട്ട മീൻകറിയാണിത്. നമ്മളിതിൽ പുളി ഒഴിക്കുന്നില്ല. പുളി കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറവ് മാങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ആ മാങ്ങ വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ അയില മീനാണ് ഉപയോഗിക്കുന്നത്. അര കിലോ അയിലയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് അതൊന്ന് ഒരു 5 to 6 മിനിറ്റ് അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരപ്പ് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആ തേങ്ങ കൂടെ ഒന്ന് അതിലോട്ടങ്ങ് പിടിക്കുന്നവരെ ഒന്ന് വെച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ആഹാ എന്തറിയോ, കറി കീടലിനായിട്ടില്ലേ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കറുവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു സ്മെല്ല് അങ്ങോട്ട് കിട്ടുക. ഓക്കെ ഗൈസ്, അടിപൊളി. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മീൻ കറി റെഡി ആയ സ്ഥിതിക്ക് നമ്മൾ നല്ല മട്ടരി ചോറിൽ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. ഓഹോ, അത് ആ തേങ്ങയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ടല്ലോ, സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അടിപൊളി മട്ടരി ചോറ്, ആവി പറക്കണുണ്ട് ചോറൊക്കെ ഇപ്പോൾ റെഡി ആക്കിയിട്ടേ ഉള്ളൂ. ഒരു നടുക്കൊരു കുഴി കുഴിച്ചിട്ടേ അതിലോട്ട് അങ്ങോട്ട് നമ്മുടെ ചൂടുള്ള മീൻകറി അങ്ങോട്ട് ഒഴിക്കുക. ആഹാ എന്താ രസം അറിയോ, ആവിയായിട്ട് പറക്കണുണ്ടല്ലേ. അതിലോട്ട് മാങ്ങാ ചമ്മന്തി. ഈ ചമ്മന്തിയുടെ റെസിപ്പി വേണം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. മാങ്ങയും ഇഞ്ചിയും പുതിനയും പച്ചമുളകും കൂടി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ. അതുപോലെ നാരങ്ങ അച്ചാർ, പിന്നെ ഒന്നിനും കുറയ്ക്കണ്ട. ഇനി നമുക്ക് എന്തായാലും പപ്പടം കൂടെ കുറവുണ്ട്. ഒരു 2 പപ്പടം കൂടെ വെച്ചിട്ടേ അടിപൊളിയായിട്ട് കഴിച്ച് നോക്കുക. സംഭവം കിട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പി, കിറ്റലിന് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച വീണ്ടും കാണാം അടുത്ത വെറൈറ്റി സംഭവമായിട്ട്. ഗൈസ് ഒരിക്കൽ കൂടെ ബൈ ബൈ, താങ്ക് യു.